പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ആമേൻ ജനുവരി മാസം 14 ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചല്ലോ. കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തിയിട്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ കർത്താവ് അനുഗ്രഹിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞായിട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ഈ പകൽക്കാലം കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് ഓർത്ത് അമേൻ ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരുന്ന് യഹോവ ജൈറയായി അമേൻ നമ്മളെ കരുതുന്നവനായി നമ്മുടെ കൂടെ ഇരുന്ന് യഹോവ എൽഷദായി സർവശക്തനായി കൂടെ ഇരുന്ന് യഹോവ നിസിയായി അവൻ ജയത്തിൻ്റെ കൊടിയായി കൂടെ ഇരുന്ന് നമ്മളെ അത്ഭുതമായി ജയോത്സവമായി ഈ പകൽക്കാലം നടത്തുന്നത് ഓർത്ത് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. അപ്പ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേക്ക് ഞങ്ങളോടുള്ള ദയ ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. 28-ാം സങ്കീർത്തനത്തിൻ്റെ 7-8 ഭാഗങ്ങൾ ഇങ്ങനെ പറഞ്ഞു: യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു. കരങ്ങൾ ഉയർത്തി പറഞ്ഞ് കർത്താവിൻ്റെ ബലവും കർത്താവിൻ്റെ പരിചയമാകുന്നു. ആമേൻ. എൻ്റെ ഹൃദയം കർത്താവിങ്കിൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. യഹോവ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു, തൻ്റെ അഭിഷേകത്തിന് കർത്താവ് രക്ഷാദുർഗം തന്നെ. 9-ാമത്തെ വാക്യം പറഞ്ഞു: കർത്താവിൻ്റെ ജനത്തെ രക്ഷിച്ച് കർത്താവിൻ്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ, അവരെ മേയിച്ച് എന്നേക്കും അവരെ വഹിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചു പ്രാർത്ഥനയിൽ ആമേൻ ഒന്നിച്ചാട്ടെ. എല്ലാവരും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ. ലോകവ്യാപകമായി ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ സകല ആവശ്യങ്ങളിലും അങ്ങനെ പ്രത്യേക കൃപയുണ്ടാകണം. ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. എല്ലാ രോഗങ്ങളും ആമേൻ മാറാ രോഗങ്ങൾ, കിടപ്പ് രോഗികൾ, നാളുകളായി ബെഡ്റിഡനായിരിക്കുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അവരുടെ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ദൈവശക്തി വ്യാപരിക്കട്ടെ. നസറേനായ യേശുവിൻ്റെ നാമത്തിൽ അവർ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കട്ടെ. നസറേനായ യേശുവിൻ്റെ നാമത്തിൽ ആ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കട്ടെ. നസറേനായ യേശുവിൻ്റെ നാമത്തിൽ അവർ ആ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് ആരോഗ്യത്തോടെ ചലിക്കട്ടെ. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി കർമ്മയൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, ആമേൻ, പൈൽസ് രോഗത്താൽ ഭാരപ്പെടുന്നവർ ഞങ്ങൾ ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ, പൂർണ്ണ ആരോഗ്യം പ്രാപിക്കട്ടെ, സ്വസ്ഥമാകട്ടെ. എല്ലാ കോംപ്ലിക്കേഷൻസും ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സ്റ്റോപ്പ് ആകട്ടെ. കാൽ വണ്ണകൾക്ക് വേദനയായിട്ട് ഭാരപ്പെട്ടിരിക്കുന്നവർ, നടക്കുമ്പോൾ അവൻ പിടിച്ചു നിർത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ആ വണ്ണയുടെ വേദനകളും മസിൽ അവൻ്റെ ബുദ്ധിമുട്ടുകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അങ്ങ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. അതുപോലെ സാമ്പത്തികമായ ആവശ്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. വീടിൻ്റെ വാടക കൊടുക്കാൻ കയ്യിൽ പൈസ ഇല്ല, കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കുവാൻ കയ്യിൽ പൈസ ഇല്ല, ആമേൻ, അടുത്ത ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കാൻ പൈസ ഇല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽക്കാലം അത്ഭുതം സംഭവിക്കട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി കർത്താവിൻ്റെ അത്ഭുതം നടന്നതിന് സ്തോത്രം. അതുപോലെ കർത്താവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക ഇടപെടലുകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് ഞങ്ങൾ മഹത്വം കരയേറ്റുന്നു. അതുപോലെ കർത്താവെ, മറ്റു ഭാരങ്ങളാലും പ്രയാസങ്ങളാലും ഒക്കെ കഴിയുന്നവരെ കർത്താവ് വിടുവിക്കുകയും അവരുടെ ആവശ്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപയുണ്ടാകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ അനുഗ്രഹിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ മുഖാന്തരം അനേകർ ദിവസങ്ങൾ രക്ഷയിലേക്ക് വരുവാൻ, അനേകർ നിത്യ നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് നാളത്തെ മീറ്റിങ്ങിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ,
ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പ്രത്യേക ഫേവർ നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടെ. ആമേൻ. കർത്താവ് അനുവദിച്ച നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മളുടെ മീറ്റിംഗ് ഉള്ളത്. നിങ്ങൾ പ്രാർത്ഥിക്കുക മാത്രം പോരാ, നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങൾക്ക് ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകളെക്കുറിച്ച് പറയുകയും അവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുക. മീറ്റിങ്ങിലേക്ക് രാവിലെ ഇന്ന് കേൾക്കാൻ പോകുന്ന പ്രഭാത സന്ദേശം നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഫോർവേഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കണം. നമുക്ക് ഒരുമിച്ച് ഈ കർത്താവിൻ്റെ വരവിന് മുമ്പ് ഈ വേലയിൽ നമുക്ക് ഒരുമിച്ച് ഭാഗങ്ങളാകാം. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നുമാണ് നമ്മൾ വാക്യങ്ങൾ വായിക്കുന്നത്. 4, 5, 6 വാക്യങ്ങൾ വായിക്കാം. അവിടെ പറയുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവേതെന്നും വഞ്ചനയുടെ ആത്മാവേതെന്നും നമുക്ക് ഇതിനാൽ അറിയാം. ഓക്കെ, നമുക്ക് ഓരോ വാക്യങ്ങൾ വിധം വായിക്കാം. ശ്രദ്ധയോടെ കേൾക്കണം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ. വീണ്ടും ജനിക്കപ്പെട്ട ഓരോരുത്തരുടെയും ഒറിജിൻ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന്. നമ്മൾ ആദ്യം ഈ ഭൂമിയിൽ ജനിക്കുന്നത് നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും മകനും മകളുമായിട്ട്. അത് നമ്മൾ മനുഷ്യനിൽ നിന്നാണ് ജനിക്കുന്നത്. എന്നാൽ വീണ്ടും ജനനം പ്രാപിക്കുന്നതോടുകൂടെ നമ്മൾ എവിടെ നിന്ന് ജനിക്കുന്നു? ദൈവത്തിൽ നിന്ന് ജനിക്കുന്നു. കൈകളെ ഉയർത്തിയിട്ടൊന്ന് പറഞ്ഞേ, ഞാൻ ദൈവത്തിൽ നിന്നും ജനിച്ചവനാണ്. അതുകൊണ്ടാണ് യേശു ഇടയ്ക്കിടയ്ക്ക് ഈ തൻ്റെ പരസ്യശുശ്രൂഷയുടെ സമയത്ത് എല്ലാം പറയുന്നത്, ഞാൻ ഉയരത്തിൽ നിന്ന് വന്നവനാണ്, നിങ്ങൾ ലൗകികന്മാരാണ്, നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ളവരാണ്, പക്ഷെ ഞാൻ ഇവിടെ നിന്നുള്ള, ഞാൻ ഉയരത്തിൽ നിന്നുള്ളതാണ്. അപ്പം വീണ്ടും ജനനം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നായി? നമ്മൾ ഉയരത്തിൽ നിന്നായി. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഉള്ളവർ ആകുന്നു എന്നാ പറഞ്ഞത്. ആകുമെന്നല്ല, ആകാൻ സാധ്യതയുണ്ടെന്നല്ല പറഞ്ഞ്, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. അപ്പം നമുക്ക് എപ്പോഴും അഭിമാനത്തോടെ ധൈര്യത്തോടെ അവൻ പറയാം, ഞാൻ ദൈവത്തിൽ നിന്നുള്ളവനാണ്. ദൈവത്തിൽ നിന്നുള്ളവൻ എന്ന് പറഞ്ഞാൽ യുവർ ഒറിജിൻ ഈസ് ഫ്രം ഗാഡ്. നിങ്ങളുടെ DNA ദൈവത്തിൻ്റെ DNA ആണ്. നിങ്ങളുടെ ലൈഫ് ദൈവത്തിൻ്റെ ജീവനാണ് നമ്മുടെ അകത്തുള്ളത്. ഐ ഹാവ് ദ ലൈഫ് ഓഫ് ഗോഡ്. അത് നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മളെ തോൽപ്പിക്കാൻ പിശാചിന് കഴിയത്തില്ല. അടുത്ത് പറയുന്നു, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ള അവരെ ജയിച്ചു പിരിക്കുന്നു. എന്നിട്ട് പറയാം, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനെ കാൾ വലിയവനില്ല. അപ്പോൾ ഈ ലോകത്തിലെ സിസ്റ്റം എന്ന് പറയുന്ന, അല്ലെങ്കിൽ കോസ്മോസ് എന്ന് പറയുന്ന ഈ ലൗകികമായ സിസ്റ്റങ്ങളുണ്ട്, ലൗകികമായ രീതികളുണ്ട്. ഇതിനെയൊക്കെ ജയിക്കാനുള്ള കൃപ ദൈവം നമ്മുടെ മേൽ തന്നിട്ടുണ്ട്. നമ്മൾ പറയും, അയ്യോ ബ്രദറെ, ഇപ്പോഴത്തെ കാലഘട്ടമല്ലേ ഇങ്ങനെ, അയ്യോ നമ്മൾ അവരുടെ ഇടയിലല്ലേ ജീവിക്കുന്നത്. ശരിയാ, നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, പാപങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ലോകത്തിലാണ് ജീവിക്കുന്നത്. അവൻ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുവാൻ പ്രയാസമുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം സോഷ്യൽ സ്റ്റാറ്റസ്, സോഷ്യൽ സെക്യൂരിറ്റി, അല്ലെങ്കിൽ സാമൂഹികമായ പ്രതിബദ്ധതകളെ, ഇതെല്ലാം നമുക്ക് ചുറ്റും നിൽക്കുക. എന്നാൽ വേദപുസ്തകം പറയാ, നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. അതായത് നമ്മുടെ ഉള്ളിലുള്ളത് ലോകത്തിലുള്ളതിനേക്കാൾ വലുതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിലെ സകല സാഹചര്യങ്ങളെ ജയിക്കുവാൻ കഴിയും. ഏത് പ്രതിസന്ധിയും ഹല്ലേലൂയ നമുക്ക് ജയിക്കാൻ കഴിയും. അതായത് പൈശാചികൻ്റെ തന്ത്രങ്ങളാണ് ഈ ലോകത്തിൽ നടക്കുന്ന പല സിസ്റ്റങ്ങളെ, ട്രെൻഡുകളെ, ട്രഡീഷനുകളെ, ഫാഷനുകളെ, ഇതെല്ലാം ലോകത്തിൽ. അപ്പം നമ്മൾ പറയും, നാട് ഓടുമ്പോൾ നടുവേ ഓടണ്ടേ, അത് നാട്ടുകാർ ഓടിക്കോളും. ദൈവവൈതൽ നാട് ഓടുമ്പോൾ നടുവേ അല്ല ഓടേണ്ടത്, നാട് ഓടുമ്പോൾ മാറി ഓടിക്കോണം. നമ്മൾ വേർപെട്ട് ജീവിക്കുവാൻ ദൈവം വിളിച്ചവർ. ലോകത്തിൻ്റെ ട്രെൻഡിനനുസരിച്ച് ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ലോകത്തിൻ്റെ ഫാഷൻ അനുസരിച്ച് ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഈ ലോകത്തിൻ്റെതായ ചില സിസ്റ്റംസ് ഉണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പൈതലിന് ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റമാണുള്ളത്. അല്ലാതെ നമ്മൾ പറയും, അയ്യോ എല്ലാവരും അങ്ങനെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ആകാതിരിക്കാൻ പറ്റുമോ? ഒന്നുമല്ല. അതിനാണ് കർത്താവ് പറഞ്ഞ്, ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിങ്ങളുടെ അകത്തിരിക്കുന്നു. അർത്ഥം എന്താ? ആമേൻ. ഈ ലോകത്തിലുള്ള പൈശാചിക ഇൻഫ്ലുവൻസുകളാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അതിലും വലിയവൻ നമ്മുടെ അകത്തിരിക്കുന്നു. നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ വചനം വസിക്കുന്നു. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവിരിക്കുന്നു. നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ ഫേവറുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ യേശു കർത്താവ് തന്നെ ജീവിക്കുന്നു. അപ്പം ഈ ബോധ്യം നമുക്ക് വരുമ്പോൾ, ആമേൻ, ഇത് തന്നെ മതി എന്തിനെ ഓവർകം ചെയ്യാൻ. ഈ ലോകത്തിലെ ദുഷ്ടതയെ, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ സിസ്റ്റംസിനെ ഓവർകം ചെയ്യാൻ, ജയിക്കാൻ നമുക്ക് ഇത് മതി. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ലോകക്കാരാകാൻ പാടില്ല. ലോകത്തിൻ്റെ സിസ്റ്റം അനുസരിച്ച് പോകാൻ പാടില്ല. ഇപ്പം ലോകക്കാരെല്ലാം അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ലോകക്കാരല്ലല്ലോ, ലോകക്കാരല്ല. ഇപ്പം സെയിം സെക്സ് മാരേജ് നടക്കുന്നു, അത് ലോകത്തിൽ നടക്കുക എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം അത് ഓരോന്നിനും ഓരോ രീതിയുണ്ട്.
ആമേൻ. പക്ഷെ ദൈവവചനത്തിൻ്റെ പ്രമാണമാണ് നമ്മൾ അനുസരിക്കേണ്ടത്. ഈ ലോകം എത്ര മ്ലേച്ഛതയിലേക്ക് പോയാലും, എത്ര തലകുത്തി ലോകം മറിഞ്ഞെന്ന് പറഞ്ഞാലും, ദൈവത്തിൻ്റെ പൈതലെ നമ്മൾ വിശുദ്ധരായി വ്യത്യസ്തരായി ജീവിക്കണം. അതിനാണ് യേശുവിനെ നമ്മുടെ ഉള്ളിൽ തന്നത്, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നത്, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ തന്നത്, ദൈവത്തിൻ്റെ പ്രത്യേക കൃപ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്. അത് തിരിച്ചറിയുക. എല്ലാവരും അങ്ങനെ സംസാരിക്കുന്നുണ്ട്, നമ്മൾ സംസാരിക്കണമെന്നില്ല. അവർ ലോകത്തിലുള്ളവർ അങ്ങനെ സംസാരിക്കും, പക്ഷേ ദൈവ പൈതൽ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. എല്ലാവരും അങ്ങനെ എല്ലാവരും അങ്ങനെയല്ല. ദൈവത്തിൻ്റെ പൈതൽ വ്യത്യസ്തരായിരിക്കണം കേട്ടോ. അതിനാണ് നമുക്ക് ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവൻ, അതായത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്ന പൈശാചിക ശക്തിയേക്കാൾ വലിയവൻ നമ്മുടെ അകത്തിരിക്കുന്നു. നമ്മുടെ അകത്താണ് എന്തൊക്കെയുള്ളത്? ദൈവത്തിൻ്റെ വചനമുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ അകത്താണ് പരിശുദ്ധാത്മാവുള്ളത്. നമ്മുടെ അകത്താണ്, നമ്മുടെ മേലാണ് ദൈവത്തിൻ്റെ ഫേവർ ഉള്ളത്. നമ്മുടെ ഉള്ളിലാണ് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു വസിക്കുന്നത്. നമ്മൾ ഉയരത്തിൽ നിന്ന് ജനിച്ചവരാ. അതുകൊണ്ട് ലോക സിസ്റ്റം അല്ല ഫോളോ ചെയ്യേണ്ടത്, ദൈവവചനം ഫോളോ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അത് പറഞ്ഞ് മനസ്സിലാക്കണം. ഈ ലോകത്തിൽ നമ്മളാകുന്നു ചിലപ്പോൾ ഈ ലൗകികന്മാരായ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിലായിരിക്കാം പഠിക്കുന്നത്, കോളേജിലായിരിക്കാം പഠിക്കുന്നത്, ദേശങ്ങളിലായിരിക്കാം നമ്മൾ നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ അകത്തുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞ്. അതുകൊണ്ട് നമ്മൾ ലോകത്തിൻ്റെ സിസ്റ്റത്തിലേക്കല്ല പോകേണ്ടത്, നമ്മൾ ലോകത്തിൽ വെളിച്ചമായി പൈശാചിക മണ്ഡലത്തിൽ കിടക്കുന്നതിനെ ദൈവിക സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുവാനാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ യേശു ക്രിസ്തുവിൻ്റെ ആ ശക്തിയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ. കരങ്ങൾ ഉയർത്തി പറ, ഐ ആം ബ്ലസ്ഡ്, ഐ ആം റിയലി ബ്ലസ്ഡ്, ഐ ആം പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, സമുദ്രതീരത്തിലെ മണൽത്തരി പോലെ യേശു ക്രിസ്തു മുഖാന്തരം നമ്മൾ വർദ്ധിച്ചു പെരുകും. ദിസ് ഇസ് ദ ഇയർ ഓഫ് ബ്ലെസ്സിങ്സ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ.